ഹായ്, കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണിത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആക്സിഡൻ്റലി നടന്നൊരു സംഭവമാണിത്. കാര്യം ഒരാളിപ്പോൾ വീഴാൻ പോകുമ്പോഴേക്കും നമ്മൾ അടുത്ത് നിൽക്കുന്ന ആരാന്ന് പോലും നോക്കാതായിരിക്കും ചിലപ്പോൾ നമ്മൾ പിടിക്കുന്നത്. പക്ഷേ കോണ്ടന്റിന് വേണ്ടിയിട്ടും ഒരാളെ നശിപ്പിക്കുന്ന രീതിയിൽ, ഒരാളുടെ ഡിഗ്നിറ്റീനെ ഇല്ലാതാക്കുന്ന രീതിയിൽ മോശമായിട്ടാണ് ലക്ഷ്മിയും മസ്താനിയും സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് അതായത് 35 ദിവസത്തെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത്രയും നല്ലൊരു പേഴ്സണാലിറ്റിയും ഇത്രയും നോളജ് ഉള്ള ഒരാളും ലേഡീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന, അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒണിയിൽ ചേട്ടൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു മോശം കാര്യം ചെയ്യില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയ ഒരാളാണ് ഒണിയിൽ ചേട്ടൻ. അപ്പോൾ ഇന്നലെ ഒണിയിൽ ചേട്ടൻ കരയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒണിയിൽ ചേട്ടൻ്റെ ഫാമിലിക്ക് എത്രത്തോളം അതൊരു ഹേർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടു. ഇനി ആരെങ്കിലും ഒണിയിൽ ചേട്ടനെതിരെ നെഗറ്റിവിറ്റി ആയിട്ടുള്ള വീഡിയോ സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ആസ് ആൻ അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും ഒണിയിൽ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ പ്രതികരിച്ചിരിക്കും.